ഇന്ന് രാത്രി നമ്മൾ ദൂതന്മാരുടെ ശുശ്രൂഷ, നമ്മൾ ദൂതന്മാരെക്കുറിച്ച് ചില ഫാക്ട്സ്, ചില സത്യങ്ങൾ നമ്മൾ പഠിക്കുകയുണ്ടായി. അത് ആദ്യത്തെ ക്ലാസ് നമ്മൾ പഠിച്ചു. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് ഇന്ന് കിടക്കുന്നില്ല. ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ദൂതന്മാരുടെ ശുശ്രൂഷ. വാട്ട് ഡു ഏഞ്ചൽസ് ഡു ഫോർ ഗാഡ്? ദൂതന്മാർ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു? വാട്ട് ഡു ഏഞ്ചൽസ് ഡു ഫോർ ഗാഡ്? ദൈവത്തിന് വേണ്ടി ദൂതന്മാർ എന്ത് ചെയ്യുന്നു? രണ്ട്, നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് വാട്ട് ഡു ഏഞ്ചൽസ് ഡു ഫോർ മാൻ? മനുഷ്യർക്ക് വേണ്ടി ദൂതന്മാർ എന്ത് ചെയ്യുന്നു? ഈ രണ്ട് വിഷയങ്ങളിലാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട് സന്തോഷത്തോടെ ഒരു വേർഡ് ഹല്ലേലൂയ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു? ദൈവത്തിന് വേണ്ടി ദൂതന്മാർ എന്ത് ചെയ്യുന്നു? നമ്മൾ ഒന്ന് മനസ്സിലാക്കി, ഈ ദൂതന്മാരൊക്കെ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. എപ്പോൾ ദൈവം ഈ ദൂതന്മാരെ സൃഷ്ടിച്ചുവെന്ന് നമ്മൾ കണ്ടു. എപ്പോൾ? ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുൻപ്, അഥവാ ഈ ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവം ദൂതന്മാരെ സൃഷ്ടിക്കുവാനായിട്ട് കാരണമായി തീർന്നു. എന്താണ് ഇവരുടെ പ്രധാനപ്പെട്ട ജോലി? ദൂതന്മാരുടെ ദൈവത്തിന് വേണ്ടിയുള്ള ജോലിയിൽ പ്രധാനമായിട്ട് വാട്ട് ഏഞ്ചൽസ് ഡു ഫോർ ഗാഡ്, അതാണ് നമ്മൾ ഇനി ചിന്തിക്കുവാൻ പോകുന്ന പോയിൻറ്റ്സ്. ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന ഒന്ന്, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കെരൂബുകളെക്കുറിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി, സാറാഫുകളെക്കുറിച്ച് നമ്മൾ പഠിച്ചു, അതോടൊപ്പം തന്നെ ജീവികളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഈ 3 ടൈപ്പ് ഓഫ് ഏഞ്ചൽസിനെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോഴും അവസാനമായിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്ത ഒരു കാര്യമുണ്ട്. ഈ 3 വിധ ഏഞ്ചൽസും കോമൺ ആയിട്ട് എന്ത് ചെയ്യുന്നു? എന്താണ് അവരുടെ പ്രൈം ഡ്യൂട്ടി? വർഷിപ്പ്. അപ്പോൾ ഒന്നാമതായിട്ട് ഏഞ്ചൽസിൻ്റെ ദ പ്രൈം എന്ത് അവർ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു? ദ ഫസ്റ്റ് പോയിന്റ്, ദേ വർഷിപ്പ് ഗാഡ്. ദേ വർഷിപ്പ് ഗാഡ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. ഏഞ്ചൽസ് എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ജോലി, അവർ ദൈവത്തെ ആരാധിക്കുന്നു. ദൈവത്തെ ആരാധിപ്പാൻ ദൈവം അവരെ ആക്കി വച്ചിരിക്കുന്നു. പ്രധാനമായിട്ട് ഒന്ന് വായിച്ചാട്ട് 103-ാം സങ്കീർത്തനം. ആ പ്രത്യേകമായിരിക്കുന്ന സങ്കീർത്തനത്തിൽ ദൂതന്മാരുടെ 4 വിധ ജോലിയെ നമുക്ക് കാണുവാൻ സാധിക്കും. സാം 103 വേഴ്സ് നമ്പർ 20, 103-ാം സങ്കീർത്തനം അതിൻ്റെ 20-21 വാക്യം വായിച്ചാണ്. വേഴ്സ് 20 and 21. Psalms 103 വേഴ്സ് 20 and 21. അവിടെ ഒരു ദൂതൻ്റെ 4 വിധ ജോലികളെ, ദൈവമായിട്ടുള്ള 4 വിധ ജോലികളെയാണ് ഈ പ്രത്യേകമായിരിക്കുന്ന വാക്യത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്ന്, അവിടെ പറയുന്നു, ഞാനത് ആദ്യമായിട്ട് വരാം, അവിടെ പറയുന്നു യഹോവയെ വാഴ്ത്തുവീൻ. ആരോടായി പറയുന്നു യഹോവയെ വാഴ്ത്തുവാൻ? അവൻ്റെ ദൂതന്മാരായുള്ളവരെ. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ പ്രൈം ആൻഡ് പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കുക. ദൈവം ഈ ലോകത്തിൽ സകലത്തെയും സൃഷ്ടിച്ചത്, അവർക്കെല്ലാവർക്കും ഒരു പ്രധാനപ്പെട്ട ജോലിയുണ്ട്. ആ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കുക. മനുഷ്യനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജോലിയുണ്ട്, ദൈവത്തെ ആരാധിക്കുക. അതുകൊണ്ട് മറ്റ് ജോലി അവർക്കില്ലെന്നല്ല, അനേക ജോലികൾ അവർക്കുണ്ട്. എന്നാൽ ദൈവം ആരെങ്കിലും സൃഷ്ടിച്ചുവെങ്കിൽ, ദൈവം എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവർക്ക് ദൈവത്തോടുള്ള ഏറ്റവും വലിയ കടപ്പാടാണ് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത്. ഞാൻ ഓർപ്പിക്കട്ടെ, ആരാധിക്കേണ്ടതിൻ്റെ ആവശ്യകത ഈ ഏഞ്ചൽസ് കൂടെയും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഇത് ആത്മജീവികളാണ്. ആത്മജീവി ആരാധിച്ചില്ലെങ്കിലും യാതൊരു പ്രശ്നങ്ങളുമില്ല. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്ന ഭാഗം, ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നു, സകല ദൂതന്മാരും ദൈവത്തെ ആരാധിച്ചുകൊണ്ടേയിരിക്കുന്നു. എപ്പോൾ അവർ ആരാധിക്കുന്നു? രാപ്പകൽ ഇടവിടാതെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഞാൻ പറഞ്ഞത് റെവലേഷൻ ചാപ്റ്റർ 4 4-ാം അധ്യായത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്. അവർ രാപ്പകൽ ഇടവിടാതെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൂതന്മാരെ ദൈവം സൃഷ്ടിച്ചു. അവർക്ക് ദൈവത്തോടുള്ള ഒന്നാമത്തെ ജോലി എന്ന് പറയുന്നത് അവർ ദൈവത്തെ ആരാധിക്കുവാൻ തക്കവിധം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. രണ്ടാമത്തെ അവരുടെ ജോലി വായിച്ച നിങ്ങൾ അതിന് സപ്പോർട്ടീവായിട്ട് 1-2 വാക്യങ്ങളോടൊന്ന് നോട്ട് ചെയ്താട്ട്. ഒന്ന്, റെവലേഷൻ ചാപ്റ്റർ 4 വേഴ്സ് 8.
And Isaiah chapter 6 verse 3. Revelation chapter 4 verse 8. Isaiah chapter 6 verse 3. ഇവിടെ നമ്മൾ കാണുന്ന മുഴുവൻ ആരാധന എന്നുള്ള വിഷയമാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ജോലി വീണ്ടും വായിച്ചോട്ട്. വേഴ്സ് 20, 103 സങ്കീർത്തനം 20 വാക്യം. അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട്. രണ്ടാമത്തെ ഈ ഏഞ്ചൽസ് ജോലിയാണ്, ദേ ഹാവ് ടു ഹിയർ ദ വോയിസ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ സ്വരം അവർ കേൾക്കുന്നവരാണ്. ദൈവത്തിന് മുൻപാകെയുള്ളവരുടെ ജോലി ദൈവത്തിൻ്റെ സ്വരം അവർ കേൾക്കേണ്ടവരാണ്. പ്രധാനമായിട്ട് എന്തിന് ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നു? രണ്ട് കാര്യങ്ങൾ. അതിനകത്ത് ദ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്, അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവൻ്റെ ദൂതന്മാരായുള്ളവരെ. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാരെ ആ വാക്യത്തിൽ ആരായിട്ട് കാണുന്നു? വീരന്മാരായിട്ട് കാണുന്നു. എന്തുകൊണ്ട് അവരെ വീരന്മാരായിട്ട് കാണുന്നു? അവിടെ പറയുന്നത് അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാർ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവരാണ് ഈ ദൂതന്മാർ. വചനം കേൾക്കുന്നവർ മാത്രമല്ല, ദേ ഒബേ വാട്ട് ദേ ഹേർ. പ്രധാനമായിട്ട് ഈ ചെയ്യുന്നതിൽ രണ്ട് കാര്യങ്ങൾ അവർക്ക് ചെയ്യുവാനുണ്ട്. 2 things. അവർ വചനം കേൾക്കുന്നു, അവരതിന് അനുസരണമായിട്ട് പ്രവർത്തിക്കുന്നു. എന്ത്? 2 കാര്യങ്ങൾ. ഒന്ന്, ദേ ആർ ഗാഡ്സ് മെസ്സഞ്ചേഴ്സ്. ദൈവത്തിൻ്റെ ദൂതുവാഹികളാണ് ഈ ഏഞ്ചൽസ്. ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സ് 13 and 28. Luke 1, 13 and then 28. ഒന്ന് വായിച്ചാട്ട് പെട്ടെന്ന്. Luke 1. ദൂതൻ അവളോട്, മറിയെ ഭയപ്പെടേണ്ട. ഇവിടെ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ ദൂതനാകുന്ന ഗബ്രിയേൽ മറിയുടെ അടുക്കിലേക്ക് കടന്നു വരികയാണ്. എന്തിനു വേണ്ടിയാണ് മറിയുടെ അടുക്കൽ കടന്നു വന്നത്? മറിയയ്ക്ക് ദൈവത്തിൻ്റെ പക്കൽ നിന്നോ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, ഒരു ദൂതുണ്ടായിരുന്നു. ആ ദൂതുമായിട്ടാണ് ദൂതൻ മറിയുടെ അടുക്കൽ വന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ദൂതൻ സ്വയമായിട്ട് ചില മെസ്സേജുമായിട്ടല്ല മറിയുടെ അടുക്കൽ വന്നത്. പകരം ദൈവത്തിങ്കിൽ നിന്ന് കേട്ട ദൂതുവാഹിയായിട്ടാണ് ഈ ദൂതൻ മറിയുടെ അടുക്കൽ വരുന്നത്. ശ്രദ്ധിച്ച് നിങ്ങളായിരിക്കണം. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട് ശക്തിയുടെ ഒരിക്കൽ കൂടെ. മറിയയുടെ അടുക്കിലേക്ക് ഈ ദൂതൻ കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് ദൂത് കേട്ടിട്ട്, ദൈവത്തിൻ്റെ പക്കൽ നിന്നൊരു മെസ്സേജ് കേട്ട് ആ മെസ്സേജ് മറിയയ്ക്ക് കൊടുക്കുവാനാണോ ഈ ദൂതൻ കടന്നു വന്നത്? അപ്പോൾ എന്താ ഈ ദൂതന്മാരുടെ ഒരു ജോലി എന്ന് പറയുന്നത്? ദൈവത്തിൻ്റെ വചനം കേൾക്കുക, ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുക. ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ചതിന് ശേഷം എന്താണ് ദൈവത്തിൻ്റെ ആജ്ഞ, അത് ചെയ്യുവാനാണ് ദൈവത്തിൻ്റെ ദൂതന്മാരെ ദൈവമാക്കിയിരിക്കുന്നത്. അപ്പോൾ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അനേക സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ വാഹികളായിട്ട് ഈ ഏഞ്ചൽസിനെ നമ്മൾ കാണുന്നുണ്ട്. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, ഈ കാലങ്ങളിൽ ഈ ജോലി ദൈവം ദൂതന്മാർ കൊടുത്തിട്ടില്ല, നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഒരു വലിയ പാട്ട് ഉണ്ട്. എന്നാൽ ആ നാളുകൾ, പുതിയ നിയമകാലത്ത് തന്നെ ദൂതന്മാരുടെ ശുശ്രൂഷ വളരെ ശക്തമായിട്ട് നമ്മൾ കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ പഠിക്കുമ്പോൾ അനേക സന്ദർഭങ്ങളിൽ ദൂതന്മാരുടെ ശുശ്രൂഷയെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ദൂതന്മാരുടെ ശുശ്രൂഷ എന്ന് പറയുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണേ. ഞാൻ ലാസ്റ്റിൽ ആ പോയിന്റിന് ഒരു കൺഫർമേഷൻ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഇന്നും ദൂതന്മാരുടെ ഒരു വലിയ ശുശ്രൂഷ നടക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈ പല ഇടങ്ങളിൽ, പല സന്ദർഭങ്ങളിൽ ദൈവം തൻ്റെ ദൂതുമായിട്ട്, ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളുമായിട്ട് ദൈവം ഈ ദൂതന്മാരെ അയക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ദൂതന്മാരുടെ ജോലി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം കേൾക്കണം, ദൈവത്തിൻ്റെ ആജ്ഞയ്ക്കനുസൃതമായിട്ട് പ്രവർത്തിക്കണം. ഒന്നാമത്തെ അവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ദൈവം മറ്റുള്ള ജനത്തിന് കൊടുക്കേണ്ട ദൂത്
അവർക്ക് ദൂതന്മാർ മുഖാന്തരമായിട്ട് കൊടുക്കുന്നു. രണ്ട്, അവരെന്ത് ചെയ്യുന്നു? രണ്ടാമത് അവരെന്ത് ചെയ്യുന്നു? ദേ ഡു വാർ ഫോർ ഗാഡ്. ദൈവത്തിന് വേണ്ടി അവർ യുദ്ധം ചെയ്യുന്നു. ദൈവത്തിന് വേണ്ടി ദേ ഡു വാർ ഫോർ ഗാഡ്. ദൈവത്തിന് വേണ്ടി അവർ യുദ്ധം ചെയ്യുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മൾ ഇപ്രകാരം പഠിക്കുകയുണ്ടായി. നമ്മൾ സ്പിരിച്വൽ ബാറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്, ഒരു ആത്മീയ യുദ്ധക്കടലിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ യുദ്ധം ചെയ്യുന്ന വാസ്തവത്തിൽ ആരല്ല? നമ്മളല്ല. പക്ഷെങ്കിൽ നമുക്കെന്തുണ്ട്? ഒരു പ്രധാനപ്പെട്ട പാർട്ട് നമുക്ക് ചെയ്യുവാനുണ്ട്. നമ്മൾ എന്താ വാസ്തവത്തിൽ ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്നത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഈ വിഷയം ഫലമേൽപ്പിച്ച് ആത്മീയ ലോകത്തിൽ ആ യുദ്ധം നടക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് ലഭിക്കുന്നൊരു ഗുണമുണ്ട്. ഏത് വിഷയത്തിന്മേലാണ് നാം ദൈവസന്നിധി ഇരുന്നു കൊണ്ട് അതിന്മേൽ നാം ജയമെടുക്കുമോ ആ സമയത്ത് അതിന്മേലുള്ള അധികാരം കൂടെ ദൈവം നമുക്ക് തരികയാണ്. നമ്മളല്ല വാസ്തവത്തിൽ യുദ്ധം ചെയ്യുന്നത്. അതിനുവേണ്ടി ഒരുപക്ഷെങ്കിൽ നമ്മൾ ഉപവസിച്ചെന്നിരിക്കും, ചില നാളുകൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചെന്നിരിക്കും, മറ്റ് പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുമെന്നിരിക്കും. നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ദൈവം യുദ്ധം ചെയ്യുവാനായിട്ട് ദൈവത്തെ കാര്യങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. യുദ്ധം നടക്കുന്നത് നമ്മളല്ല, യുദ്ധം ദൈവമാണ് ചെയ്യുന്നത്. എന്നാൽ നമുക്കൊരു പാട്ട് അതിനകത്ത് ചെയ്യുവാനുണ്ട്. ഈ പാട്ട് നാം ചെയ്യുമ്പോൾ അതിന്മേൽ നാം വിജയിക്കുന്നതായിരിക്കുന്ന സമയത്ത് ആത്മീയ ലോകത്തിലെ യുദ്ധമാണ് വിജയിച്ചതെങ്കിലും നമ്മുടെ ജീവിതത്തിലും ദൈവം അധികാരം തരികയാണ്. ആ അധികാരത്തിൽ നിന്നുകൊണ്ട് തുടർന്ന് ആ വിഷയത്തിന് വേണ്ടി നമുക്ക് നിലവിളിക്കേണ്ട വിഷയം വരത്തില്ല. വി ക്യാൻ കമാൻഡ്. നമുക്ക് കൽപ്പിക്കുവാൻ സാധിക്കും. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഒരു പ്രത്യയമായിരിക്കുന്ന ഒരു വ്യക്തി അവൻ്റെ അധികാരം മനസ്സിലാക്കിയാൽ അതിൻ്റെ താഴെ കിടക്കുന്നവരോട് അപേക്ഷിക്കേണ്ട യാതൊരു ആവശ്യം, ഇതൊന്ന് ചെയ്യണമെന്ന് പറയേണ്ട കാര്യമില്ല. പിന്നെ ചെയ്യുന്നതെല്ലാം കമാൻഡ് കൊടുക്കുക. കാരണം എന്നാണെന്നറിയാമോ? ഈ വ്യക്തി അതിന്മേൽ അധികാരം ഏറ്റെടുത്തു. സ്പിരിച്വൽ ബാറ്റിൽ നമ്മൾ മനസ്സിലാക്കണം, വാസ്തവത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ ആത്മീയ യുദ്ധക്കളരിയിൽ ഞാൻ നിങ്ങൾ നിൽക്കുമ്പോൾ, എനിക്കും നിങ്ങൾക്കും ആ വിഷയത്തിന്മേൽ ജയമെടുക്കുമ്പോൾ വാസ്തവത്തിൽ സംഭവിക്കുന്നത് എനിക്കും നിങ്ങൾക്കും അതിന്മേൽ അധികാരം ദൈവം തരികയാണ്. അതുകൊണ്ട് നിങ്ങൾ മറന്നു കളയരുത്, ഏതെങ്കിലും ഒരു വിഷയം നിസ്സാരമായിട്ട് തള്ളിക്കളയാതെ ദൈവസന്നിധിയിൽ നിലവിളിക്കുവാനും അതിന്മേൽ ജയമെടുക്കുവാനുള്ള ഒരാഗ്രഹമുണ്ടെങ്കിൽ സ്പിരിച്വലി ഉള്ള ഒരു വലിയ ബ്ലെസ്സിങ്സിലേക്കായിരിക്കും ദൈവം നമ്മെ നടത്തുന്നത്. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, ആ ദൈവഭക്തന്മാരെ ദൈവം എടുത്തുപയോഗിച്ചത് ഒരു പർട്ടിക്കുലർ സമയത്ത് അങ്ങ് വലിയവരായിട്ടല്ല. അവരുടെ സാധാരണപ്പെട്ട ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ കടന്നു വന്ന പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ, ഇതിന്മേലൊക്കെ അവർ ജയാളികളായതാണ് ഇന്ന് ദൈവം അവരെ ഉപയോഗിക്കുവാനായിട്ട് കാരണം. അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നാളെ ദൈവം എന്നെ എടുത്ത് ഉപയോഗിക്കണമെങ്കിൽ ഇന്നത്തെ ഈ സാഹചര്യത്തിന്മേൽ ഞാൻ ജയമെടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. ജയമെടുക്കേണ്ടത് ഞാനാകുന്നുവെങ്കിലും പക്ഷേ യുദ്ധം ആരല്ല ചെയ്യുന്നത്? ഞാനല്ല ചെയ്യുന്നത്. പക്ഷെങ്കിൽ എന്ത് ഞാൻ ചെയ്യുന്നു? അതിനുവേണ്ടി എന്നെ തന്നെ ഞാൻ ത്യജിക്കുന്നു, എൻ്റെ ശരീരത്തെ ഞാൻ ദണ്ഡിപ്പിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ദൈവം പ്രവർത്തിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചു. അവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ദൂതന്മാർ എന്ത് ചെയ്യുന്നു? ദൂതന്മാർ ചെയ്യുന്നത് ദൈവത്തിൻ്റെ ദൂതുമായിട്ട് കടന്നു പോകുന്നു. ദൈവത്തിൻ്റെ സ്വരം അവർ കേൾക്കുന്നു. ദൈവത്തിന് മനുഷ്യരുടെ ആലോചന അവർ മനസ്സിലാക്കുന്നു. ആ മനസ്സിലാക്കിക്കൊണ്ട് ആ ദൂതുമായിട്ട് കടന്നു പോകുകയാണ്. നിങ്ങൾക്കറിയാം, വെളിപ്പാട് പുസ്തകം തന്നെ കൊടുക്കുന്നത് ദൈവം യേശുക്രിസ്തുവിന് വെളിപ്പെടുത്തി കൊടുത്തത് യേശു തൻ്റെ ദൂതൻ മുഖാന്തരമായിട്ടാണ് യോഹന്നാൻ അപ്പോസ്തലനെ ഫലമേൽപ്പിക്കുന്നത്. അപ്പോൾ എന്താ ഇവിടെ സംഭവം? ദൈവത്തിൻ്റെ ദൂതന്മാർ ദൈവത്തിൻ്റെ സ്വരം കേട്ട് ആ ദൂതുമായിട്ട് കടന്നു വരുന്നു. രണ്ടാമത് നമ്മൾ ചിന്തിച്ചു വന്നത് ദേ ഡു വാർ ഫോർ ഗാഡ്. ദൈവത്തിന് വേണ്ടി അവർ യുദ്ധം ചെയ്യുന്നു. നമ്മൾ ആദ്യ സമയങ്ങളിൽ നമ്മൾ ഈ അന്ധകാരത്തിന് ലോകാധിപതി എന്നുള്ള വിഷയത്തിലേക്ക് കടന്നു വന്നപ്പോൾ രണ്ട് വിഷയങ്ങൾ നമ്മൾ പഠിക്കുകയുണ്ടായി. ഒന്ന്, പാർസി രാജ്യത്തിൻ്റെ പ്രഭുവും, രണ്ട്, യവന രാജ്യത്തിൻ്റെ പ്രഭു. ഈ രണ്ട് വിഷയങ്ങളെ നമ്മൾ എടുത്ത് പഠിച്ചിട്ട് നമ്മൾ പറയുകയുണ്ടായി, ഇത് ഒരു
ഈ ലോകത്തിലെ രാജാക്കന്മാരോ നേതൃസ്ഥാനങ്ങളോ ആയിരുന്നില്ല. പിന്നെയോ ഇതിൻ്റെ പിന്നിൽ, ഈ നേതാക്കന്മാരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആത്മജീവികളെയാണോ അവിടെ പ്രഭു എന്നുള്ള വാക്കിൽ കൂടെ വെളിപ്പെടുത്തിയത്. അങ്ങനെയെങ്കിൽ യുദ്ധം നടന്നത് ആത്മീയ ഗോളത്തിലാണ്, ചെയ്തത് ദൈവമാണ് ചെയ്തത്. പക്ഷെങ്കിൽ അവിടെ എങ്ങനെയാണ് ചെയ്തത്? ദൈവത്തിൻ്റെ ഹിതത്തിനനുസരമായിട്ട് ഇവർ പോയിട്ട് യുദ്ധം ചെയ്യുന്നു. നമ്മൾ പ്രധാനമായിട്ട് വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിച്ചാലും ദാനിയേൽ പ്രവചനം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിച്ച് കൊണ്ട് ഈ ദൂതന്മാർ കടന്നുപോയി ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു. ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു. ഒന്ന് മനസ്സിലാക്കിക്കോണം, ദൈവത്തിന് വേണ്ടിയാണ് അവർ യുദ്ധം ചെയ്യുന്നത്. അതിന് വളരെ അവർക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവത്തിൻ്റെ ആജ്ഞയാണ്, ദ വോയിസ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട് മാത്രമേ ഈ ദൂതന്മാർ കടന്നുപോയി യുദ്ധം ചെയ്യുകയുള്ളൂ. നെക്സ്റ്റ്, മൂന്നാമത്തെ വിഷയത്തിലേക്ക് കടന്നു വരട്ടെ. എന്ത് ചെയ്യുന്നു? മൂന്നാമത് ദൈവത്തിന് വേണ്ടി ചെയ്യും. ദേ കവർ ദ പ്രസൻസ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അവർ മൂടുന്നു. ദേ കവർ ദ പ്രസൻസ് ഓഫ് ഗാഡ്. Revelation chapter 4 verse 6. Revelation 4:6. വായിച്ചാട്ടെ. വെളിപ്പാട് 4:6. നാല് ജീവികൾ സിംഹാസനത്തിന് ചുറ്റിലും. അപ്പോൾ ഈ സിംഹാസനത്തെ ഈ ജീവികൾ എന്ത് ചെയ്യുക? മറയ്ക്കുക, കവർ ചെയ്യുക. നമ്മൾ യെശയ്യാ പ്രവചനം 6-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോഴും നമ്മളവിടെ കാണുന്നൊരു കാര്യമുണ്ട്. കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നതും അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പുകൾ മന്ദിരത്തെ നിറച്ചിരിക്കുന്നതും കണ്ടു. എന്നിട്ട് പിന്നീട് കാണുന്നത് എന്തുവാ? അവൻ്റെ ചുറ്റും എന്ത് നിൽക്കുന്നു? സാറാഫുകൾ. എന്ത് ചെയ്യുന്നു? രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് അവർ പറന്നു നിൽക്കുന്നു. നമ്മൾ ടാബർനാക്കിൾ സമാഗമന കൂടാരത്തിലേക്ക് നമ്മൾ കടന്നു വന്നപ്പോൾ അവിടെ നമ്മൾ കാണും ഇവിടെ കൃപാസനം. ഓർമ്മയുണ്ടല്ലോ? ആ കൃപാസനത്തിൽ 2 കെരൂബുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ചെയ്ത് വെച്ചിരിക്കുക. ഈ 2 കെരൂബുകളെ വെച്ചിരിക്കുമ്പോൾ അതിലെ 2 ചിറകുകൾ തമ്മിൽ ബന്ധിച്ചിരിക്കുക. വാസ്തവത്തിൽ ഒരാർച്ച് പോലെ ഈ 2 സൈഡിൽ നിൽക്കുന്ന കെരൂബുകൾ അതിൻ്റെ ചിറക് വിടർത്തി ഒരാർച്ച് പോലെ നിൽക്കുമ്പോൾ ഈ ആർച്ചിൻ്റെ ഉള്ളിൽ ഈ പർട്ടിക്കുലർ ഭാഗത്ത് ാണ് ദ പ്രസൻസ് ഓഫ് ഗാഡ്, ദൈവം ഇരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഈ ദൂതന്മാർ മറയ്ക്കുന്നു. എന്താ അതിൻ്റെ അർത്ഥം? ഇതിൻ്റെ ഒന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത് അൺഅപ്രോച്ചബിലിറ്റി, അടുത്തു കൂടുവാൻ സാധിക്കാത്ത ഒരു ദൈവത്തെയാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുക്കുവാൻ സാധ്യമല്ല. അത് വെളിപ്പെടുത്തുന്നത് ഗാഡ്സ് ഹോളിനെസ്, ദൈവത്തിൻ്റെ വിശുദ്ധി. ഈ ദൂതന്മാർക്ക് പോലും ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ മുൻപിൽ നിൽക്കുവാൻ ഇത്രത്തോളം പ്രിക്വേഷൻസ് വേണമെങ്കിൽ നമ്മളൊന്ന് മനസ്സിലാക്കണം. നമ്മൾ ഇന്ന് അവിടെ നിൽക്കുവാനുള്ള ഏക കാരണമെന്ന് പറയുന്നത് യേശുവിൻ്റെ രക്തം കൊണ്ട് മാത്രം. അല്ലാതെ ഒരു രീതിയിലും ദൈവത്തിൻ്റെ ഹോളിനെസ്സിലേക്ക് കടക്കുവാൻ സാധ്യമല്ല. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു? ഈ ദൂതന്മാർ അവർ ദൈവത്തിൻ്റെ പ്രസൻസിനെ അവർ കവർ ചെയ്യുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അവർ മൂടുകയാണ്. അത് വെളിപ്പെടുത്തുന്നത് അടുത്തു കൂടുവാൻ സാധിക്കാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ഒരു ദൈവം, ദൈവത്തിൻ്റെ ഹോളിനെസ്. 4, ഇവരെന്ത് ചെയ്യുന്നു? ദൂതന്മാരെന്ത് ചെയ്യുന്നു? Psalm 103 verse 21. അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവർ, they do God's pleasure. ദൈവത്തിൻ്റെ ഇഷ്ടം അവർ ചെയ്യുന്നു. ദൂതന്മാരുടെ 4 പ്രധാനപ്പെട്ട ജോലി, അതാണ് നമ്മൾ ഈ 2 വാക്യത്തിൽ നമ്മൾ കാണുന്നത്. 1,
അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്നു. 2, അവർ ദൈവത്തെ വാഴ്ത്തുന്നു. 3, ദേ കവർ ദ പ്രസൻസ് ഓഫ് ഗാഡ്. 4, അവർ ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ദൂതന്മാരെ ദൈവം ഓൾറെഡി സെപ്പറേറ്റ് ചെയ്തു. നല്ലവരും ചീയരും തെറ്റായിട്ടുള്ളവരുമായിട്ട് അവരെ സെപ്പറേറ്റ് ചെയ്തത്, അവരെ ന്യായം വിധിച്ച്, എന്നാൽ ഒരു താൽക്കാലികമായിരിക്കും ന്യായവിധി കൊടുത്ത്, ശ്രദ്ധിക്കണം ഞാൻ ഈ പറഞ്ഞ വേർഡ്, താൽക്കാലികമായിരിക്കുന്ന ഒരു ന്യായവിധി, ഒരു ടെമ്പററി ജഡ്ജ്മെൻറ്റ്, പെർമനൻ്റ് അല്ല, ടെമ്പററി ജഡ്ജ്മെൻറ്റ് കൊടുത്തിട്ടാണ് ദൈവം അവരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. ഇങ്ങനെയുള്ള സ്ഥാനത്തേക്ക് ദൈവം അവരെ ആക്കിയത്. പക്ഷേ അവരുടെ പെർമനൻ്റ് ആയിരിക്കുന്ന ന്യായവിധി വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലാണ് നടക്കുവാൻ പോകുന്നത്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം ദൈവം ഈ ഭൂമിയെ ശുദ്ധീകരിക്കുമ്പോൾ തന്നെ ആദ്യമായിട്ട് കർത്താവായ യേശുക്രിസ്തു വെള്ളസിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ, ശ്രദ്ധിച്ചോണം ഞാൻ പറഞ്ഞ വേർഡ്, കർത്താവായ യേശുക്രിസ്തു വൈറ്റ് ത്രോൺ ജഡ്ജ്മെൻറ്റ്, വെള്ളസിംഹാസനത്തിൽ കർത്താവായ യേശു വെക്കുന്ന എത്ര ന്യായാസനമുണ്ട്? എത്ര സിംഹാസനമുണ്ട്? ഏതൊക്കെ? വെള്ളസിംഹാസനം, വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 3 ന്യായാസനങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് കർത്താവായി യേശു വെക്കുന്നു. ഒന്നാമത് യേശു വെക്കുവാൻ പോകുന്ന ന്യായാസനമാണ് മധ്യാകാശത്ത്. അത് എന്തിനു വേണ്ടി ന്യായാസനം വെക്കുന്നു? വിശുദ്ധന്മാർ, ഉയർക്കപ്പെട്ട വിശുദ്ധന്മാരുടെ പ്രവൃത്തികൾക്ക് അനുസരിച്ച് ഫലം കൊടുക്കേണ്ടതിന്. രണ്ടാമത്തെ ന്യായവിധിയാണ് തേജസ്സിൻ്റെ സിംഹാസനം എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് തേജസ് സിംഹാസനം വെക്കുന്നത്? അത് എവിടെയാണ് വെക്കുന്നത്? അത് ഈ ഭൂമിയിൽ, അഥവാ യഹോശാഫാത്ത് താഴ്വരയിൽ, ഇസ്രയേലുള്ള ഒരു സ്ഥലത്ത് യഹോശാഫാത്ത് താഴ്വരയിൽ യേശു ഒരു ന്യായാസനം വെക്കും. ആ ന്യായാസനത്തിൻ്റെ പേര് തേജസ്സിൻ്റെ ന്യായാസനം. അവിടെ എന്ത് ചെയ്യുന്നു? ഉപദ്രവകാലത്തിൽ ഇസ്രയേൽ മക്കൾക്ക് സപ്പോർട്ട് കൊടുത്തവരെയും അല്ലാത്തവരെയും വേർതിരിച്ചുകൊണ്ട് അല്ലാത്തവരെ ശിക്ഷയ്ക്ക് വിധിക്കുകയും അവർക്ക് സപ്പോർട്ട് കൊടുത്തവരെ 1000 ആണ്ടിലേക്ക് കടത്തുകയും ചെയ്യുന്നു. ഇതാണ് ആ ജഡ്ജ്മെൻ്റ് എഫക്റ്റ്. ഒരു കൂട്ടം ആൾക്കാരെ തള്ളിക്കളയുന്നു, മറുകൂട്ടം ആൾക്കാരെ 1000 ആണ്ട്. അറിയാമല്ലേ ഈ വിഷയങ്ങളല്ലേ? ഈ ഭൂമിയിൽ നടക്കേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് ഞാൻ ഒറ്റ വാക്യത്തിൽ ഞാൻ പറഞ്ഞോളാം. ഈ ഭൂമിയിൽ ഇനിയും നടക്കുവാൻ പോകുന്നത്, വളരെ പെട്ടെന്ന് നടക്കുവാൻ പോകുന്ന കർത്താവ് വരാൻ പോകുന്നു. സന്തോഷമുള്ള എത്ര പേരുണ്ട്? കരങ്ങൾ ഉയർത്തിയാട്ട്. കർത്താവ് വരുമ്പോൾ കർത്താവ് തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുന്നു. ചേർത്ത് കഴിഞ്ഞാൽ ഉടനെ ഈ ഭൂമിയിൽ എതിർക്രിസ്തുവിൻ്റെ ഭരണം, അഥവാ അതാണ് നമ്മൾ ആൻറ്റി ക്രൈസ്റ്റ് എന്നും എതിർ ക്രിസ്തു എന്നൊക്കെ പറയുന്ന വ്യക്തി, ആൻറ്റി ക്രൈസ്റ്റ് വെളിപ്പെടുവാൻ പോകുന്നു. ആൻറ്റി ക്രൈസ്റ്റ് വെളിപ്പെട്ട് ഒരു ഏകാധിപത്യ ഭരണത്തിലേക്ക് കടന്നു പോകുന്നു. ആ ഭരണം വളരെ ഉപദ്രവത്തിൻ്റെ ഭരണമായിരിക്കും, വളരെ കഷ്ടകാലമായിരിക്കും. എന്നാൽ ആ 7-ാമത്തെ വർഷത്തിൻ്റെ അവസാന സമയമാകുമ്പോൾ ഈ ഇസ്രായേൽ മക്കൾ കർത്താവായ യേശുവിനെ നോക്കി നിലവിളിക്കും, കർത്താവേ നീ വന്ന് ഞങ്ങളെ രക്ഷിക്കണം. ആ സമയത്ത് യേശു അവരുടെ രക്ഷിതാവായി കടന്നു വരും. അതാണ് യേശുക്രിസ്തു ഒലിവുമലയിൽ കടന്നു വരുന്നത്. ആ യേശുക്രിസ്തു ഒലിവുമലയിൽ കടന്നു വരുന്നത് രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും എന്നാണ് മലാഖി വെളിപ്പെടുത്തുന്നത്. അന്ന് യേശു സൗഖ്യത്തിൻ്റെ ദൈവമായിരിക്കും, യേശു വിടുതലിൻ്റെ ദൈവമായിരിക്കും. വാസ്തവത്തിൽ യേശു രാജാവായിട്ട് ആ ഒലിവുമലയിൽ കടന്നു വന്ന് യേശുക്രിസ്തു ചെയ്യുവാൻ പോകുന്നത് എതിർക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും രണ്ടുപേരെയും നശിപ്പിച്ച് അവരെ തീയിലേക്ക്, നരകത്തിലേക്ക് തള്ളിക്കളയും. അതിനുശേഷം ബാക്കിയുള്ള ഈ ദൂതന്മാരോടുകൂടി ചേർന്നവർ നശിച്ചു പോകുന്നു, എതിർ ക്രിസ്തുവിനോട് ചേർന്നവർ നശിച്ചു പോകുന്നു. കൂട്ടത്തിൽ യുദ്ധം, അന്ന് വലിയൊരു യുദ്ധമുണ്ടാകും. ആ യുദ്ധത്തിൻ്റെ പേരാണ് ഹർമഗദോൻ യുദ്ധം. ഹർമഗദോൻ യുദ്ധം എന്ന് പറയുന്നതിന് കാരണമുണ്ട്. ഹർമഗദോൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, അഥവാ യഹോശാഫാത്ത് താഴ്വരയിൽ
ഉള്ള ഒരു സ്ഥലത്താണ് ഈ യുദ്ധം നടക്കുവാൻ പോകുന്നത്. ദൈവം അനുവദിക്കെങ്കിൽ നേരിട്ട് പോയി കാണണം ഈ സ്ഥലം. ഓക്കെ, ഈ അവിടെ യുദ്ധം നടക്കുന്നു. ആ യുദ്ധത്തിൽ കർത്താവ് പരിപൂർണമായിട്ട് തൻ്റെ ശത്രുക്കളെ പരിപൂർണമായി തോൽപ്പിച്ചുകൊണ്ട് ഒരു രാജ്യം സ്ഥാപിക്കുന്നു. ആ രാജ്യത്തിൻ്റെ പേരാണ് 1000 ആണ്ട് വാഴ്ച. അന്ന് യേശു ക്രിസ്തു യെരുശലേമിൽ സ്ഥാപിക്കുവാൻ പോകുന്ന ഒരു ഭരണകൂടം. യേശു യെരുശലേമിൽ രാജാതി രാജാവായിട്ട് ഒരു ചക്രവർത്തിയായിട്ട് യേശു ഈ ലോകത്തിൽ ഭരിക്കും. മറ്റൊരു ദൈവങ്ങൾ അന്നുണ്ടാകത്തില്ല, മറ്റൊരു ജാതികൾ അന്ന് ഉണ്ടാകത്തില്ല. എല്ലാവരും ഒരേ ദൈവത്തെ മാത്രമേ ആരാധിക്കൂ. അന്ന് യേശു ക്രിസ്തുവിന് കീഴിൽ ഭരിക്കുവാൻ പോകുന്നത് ദാവീദ. അതിനുശേഷം വിശുദ്ധന്മാരായിരിക്കുന്ന പലരും ഈ ഭൂമിയിൽ ഭരണകർത്താക്കളായിട്ട് എഴുന്നേൽക്കും. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഈ ഭൂമിയിൽ തിരിച്ച് കടന്നു വന്ന് ഭരിക്കുന്നവരായിട്ട് നമ്മളായിരിക്കും. അതിനുശേഷം ഇതിന് ശേഷം 1000 ആണ്ട് കഴിയുമ്പോൾ പിശാചിനെ ആ 1000 ആണ്ടിലേക്ക് തടവറയിലിടും, അഗാധകൂപത്തിൽ അടച്ചിടും. എന്നാൽ അഗാധകൂപം തുറന്നുവിട്ട് പിശാചിനെ അഴിച്ചുവിടുമ്പോൾ പിശാച് വളരെ പെട്ടെന്ന് ഭൂമിയിലുള്ള സകല ജാതികളെയും ദൈവത്തിന് എതിരാടി യുദ്ധത്തിന് വേണ്ടി ഒരുമിച്ച് കൂട്ടി. അങ്ങനെ ഒരു അവസാന യുദ്ധമുണ്ടാകും. ആ യുദ്ധത്തിൻ്റെ ആ യുദ്ധത്തിന് അതാണ് ലാസ്റ്റ് യുദ്ധം എന്ന് പറയുന്നത്. ഗോഗ് യുദ്ധമെന്നാണ്, ഗോഗ് മാഗോഗ് എന്നാണ് ആ യുദ്ധത്തിൻ്റെ പേര്. എന്നാൽ തെറ്റിദ്ധരിക്കുന്നതിന് മുമ്പ് വേറെ ഗോഗ് മാഗോഗ് ഉണ്ട്. ഈ വേർഡിൻ്റെ അർത്ഥം മഹാപുരുഷാരം. അന്ന് സകല ജനങ്ങളും യേശു ക്രിസ്തുവിനെതിരാടി യുദ്ധം ചെയ്ത് അന്ന് ഈ ഭൂമിയെ യേശു നശിപ്പിക്കും. എവിടെ വരെ നശിപ്പിക്കും? ഈ ഭൂമിയുടെ അടിസ്ഥാനം എവിടെ വരെ മനുഷ്യൻ പണിതിട്ടുണ്ട് അതുവരെ ദൈവം ഇളക്കും. മുകളിൽ ഏതുവരെ മനുഷ്യൻ്റെ പ്രവൃത്തി പോയിട്ടുണ്ട് അവിടെ വല്ലം കർത്താവായ യേശു ഇളക്കി ഈ ഭൂമി മുഴുവൻ ഒരു തീ കൊണ്ട് ശുദ്ധീകരിക്കപ്പെടും. തീ കൊണ്ട് ശുദ്ധീകരിക്കുക ടോട്ടലി ഒരു ഭൂമി, ഒരു പുതിയൊരാകാശം ഈ ഭൂമിയിൽ ഉണ്ടായി വരും. ഇതേ ഭൂമിയിൽ അവിടേക്കാണ് നിത്യത നമ്മൾ കഴിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ സമയത്താണ് അന്ത്യ ന്യായവിധി വരാൻ പോകുന്നത്. മരിച്ചവർക്കുള്ള ദൂതന്മാരെ ന്യായം വിധിച്ച് നരകത്തിലേക്കാക്കും. അതിനുശേഷം മരിച്ചവരെ ന്യായം വിധിച്ച് നരകത്തിലേക്കാക്കി ബാക്കിയുള്ള എല്ലാ വിശുദ്ധന്മാരും കൂടെ ഈ ഭൂമിയിൽ വാഴുക. അതാണ് നിത്യത. അപ്പോൾ ഇവിടെയാണ് ഈ ലോകത്തിൻ്റെ എൻഡ് വരുന്നത്. അവിടെ വരുമ്പോഴത്തേനും ബാക്കി പഴയതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ദൈവത്തിൻ്റെ ഹിതത്തിനനുസൃതമായിട്ട് പോകും. അപ്പോൾ കർത്താവ് ഇവിടെ ഭരിക്കുവാനായിട്ട് കടന്നു. 3 ന്യായാസനമാണ് യേശു പ്രധാനമായിട്ട് വെക്കുന്നത്. 1 മധ്യാകാശം ഉള്ളത്, 2 തേജസ്സിന് സിംഹാസനം, 3 വെള്ളസിംഹാസനം. 3ാമത്തെ സിംഹാസനയുടെ പേരാണ് വെള്ളസിംഹാസനം. അതാണ് റെവലേഷൻ ചാപ്റ്റർ 20 വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നത്. മുൻപോട്ട് ഞാൻ കടന്നു പോകട്ടെ. അപ്പോൾ എന്താ ഇവിടുത്തെ വിഷയം? ഇവിടെ കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്യുന്നു? ഈ ദൂതന്മാർ എന്ത് ചെയ്യുന്നു? അവർ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു. അപ്പോൾ ദൂതന്മാർ അല്ലാത്തവരെ, ദൈവത്തിന് ഹിതകരമല്ലാതെ ചെയ്ത സകല ദൂതന്മാരെയും ദൈവം ആ സ്ഥാനത്തുനിന്ന് തള്ളിക്കളഞ്ഞു. അവരാണ് ബാഡ് ഏഞ്ചൽസ്, അശുദ്ധ ദൂതന്മാരെന്ന് പറയുന്നത്. നെക്സ്റ്റ് വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരുന്നു. ഈ ദൂതന്മാർ നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട്. സന്തോഷമുള്ളവരെ, കാരണം നമുക്ക് വേണ്ടി ദൂതന്മാർ എന്തെങ്കിലും ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഇതൊന്നും നമുക്ക് വേണ്ട, ഇല്ലയോ? ഇതൊക്കെ എവിടെ കിടക്കട്ടെന്നുള്ള നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ പ്രിവിലേജ് എന്താണെന്നുള്ളത്. ഹൂ ആമായി, ഞാൻ ആരാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വേദപുസ്തകം പഠിക്കുമ്പോൾ ഇപ്രകാരം നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ ഭക്തന്മാർക്ക്, വിശുദ്ധന്മാർക്ക്, നമ്മളിനി പഠിക്കാൻ പോകുന്നത് ദൂതന്മാർ നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു, വിശുദ്ധന്മാർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു. വാട്ട് ഏഞ്ചൽസ് ഡു ഫോർ മെൻ. വാട്ട് ഏഞ്ചൽസ് ഡു ഫോർ മെൻ. പ്രധാനമായിട്ട് ഒരു സത്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഒരു വിശ്വാസിക്ക് ഏറ്റവും കുറഞ്ഞത് 2 ദൂതന്മാർ സപ്പോർട്ടായിട്ടുണ്ട്. വായിച്ചാട്ട് ഒരു വാക്യം, ഹീബ്രൂസ് ചാപ്റ്റർ 1:14, എബ്രായർ 1:14. ആ വാക്യത്തോടു കൂടെ നമ്മൾ മുൻപോട്ട് കടന്നു പോകുന്നതായിരിക്കും. ഹീബ്രൂസ് 1:14. അവർ ഒക്കെയും മേളിൽ പറഞ്ഞ ദൂതന്മാരെക്കുറിച്ച് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. ഈ ദൂതന്മാരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കപ്പെടുന്ന സേവകാത്മാക്കൾ. അപ്പോൾ ഒന്ന് മനസ്സിലാക്കണം, ഈ ഏഞ്ചൽസ് എന്ന് പറയുന്നത് സേവകാത്മാക്കൾ, മിനിസ്ട്രിങ് സ്പിരിറ്റ്സ്. ആരുടെ മിനിസ്ട്രിങ് സ്പിരിറ്റാണ്? ആരുടെ സേവയ്ക്ക് വേണ്ടി അയച്ചവരാണ്? അവിടെ പറയുന്നു രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ, ദോസ്
who are saved. രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി. എന്നിട്ട് എന്താ ഇവിടെ സംഭവിക്കുന്നത്? രക്ഷിക്കപ്പെട്ട ഉടനെ 2 ദൂതനെ ഇനി പോരുകയാണോ? അല്ല. ഗാഡ് സെൻഡ് ദം. ദൈവത്താൽ അയക്കപ്പെടുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമാണ്, ഒരു ദൈവ പൈതലിന് രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ ആര് അടുത്ത് കാണും? ദൈവത്തിൻ്റെ ദൂതന്മാർ അടുത്തുണ്ട്. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം, ഏറ്റവും കുറഞ്ഞ് 2 ദൂതന്മാരെന്ന് പറയുവാനുള്ള ഒരു കാരണമുണ്ട്. വായിച്ചാട്ടെ, മാത്യു ചാപ്റ്റർ 18 വേഴ്സ് 11. മാത്യു 18 വേഴ്സ് 11. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ. 10ാമത്തെ വാക്യം കൊണ്ടൊന്ന് വായിച്ചാട്ടെ. ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ. അവിടെ പറയുന്നു സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ. അപ്പോൾ ആരെക്കുറിച്ചാണ് പറയുന്നേ? ഈ എളിയവർ അഥവാ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ആരുണ്ട് എന്ന് പറയുന്നു? സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ. അപ്പോൾ സ്വർഗത്തിൽ അവർക്ക് ആരുണ്ട്? ദൂതന്മാരുണ്ട്. അപ്പോൾ ദൂതന്മാർ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ദൂതന്മാരെ കാണുവാൻ സാധിക്കും. ഇതൊരു ഒറ്റ വാക്യം മാത്രമല്ല. വായിച്ചാട്ട് സാംസ് 91 വേഴ്സ് 11. സാംസ് 91 വേഴ്സ് 11. നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന്, പ്രൈസ് ഗാഡ്, അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ഇവിടെ ഒരു പേഴ്സണലൈസ് ചെയ്തുകൊണ്ട് പറയുക, നിൻ്റെ എല്ലാ വഴികളിലും. അപ്പോൾ ഏതെല്ലാം വഴികൾ കൂടെ നീ കടന്നു പോകുന്നുവോ ആ സകല വഴികളിലും എന്ത് ചെയ്യുന്നതിനോ നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അപ്പോൾ ഒന്ന് മനസ്സിലാക്കണം, ഒരു ദൈവ പൈതലിന് ഏറ്റവും കുറഞ്ഞ് എത്ര ദൂതന്മാരുണ്ട്? 2 പേരെങ്കിലും ഉണ്ട്. കൂടിയാൽ എത്ര ആകാൻ പറ്റും? കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം പറയുണ്ടായി. യേശുക്രിസ്തുവിനെ ഈ യഹൂദന്മാർ പിടിച്ച് കൊല്ലുവാനായിട്ട് പ്ലാൻ ചെയ്തപ്പോൾ പിടിച്ചുടനെ പത്രോസ് കയ്യിലിരുന്ന വാളുമെടുത്ത് മഹാപുരുവിൻ്റെ ദാസൻ്റെ കാതങ്ങ് വെട്ടിയപ്പോൾ യേശു ഇപ്രകാരം പറയുണ്ടായി, വാള് നീ ഉറയിലിട്. വാളെടുക്കുന്നവൻ വാളാൽ. അതുപോലെ തന്നെ സംഭവിച്ചു. പുള്ളി കൊല്ലപ്പെട്ടത് നല്ല ഉദ്ദേശത്തോടു കൂടി ആണെങ്കിലും കൊല്ലപ്പെട്ടത് എങ്ങനെയാണ്? എന്നിട്ടാണ് ക്രൂശിക്കപ്പെടുവാൻ, തിരിച്ച് ക്രൂശിക്കുവാനിടയായി തീർന്നത്. അപ്പോൾ പോട്ടെ, മുൻപോട്ട് ഞാൻ കടന്നു വരട്ടെ. ഇവിടെ നമ്മൾ കാണുന്ന വിഷയം, ഈ ഏഞ്ചൽസ് എന്ത് സംഭവം? ഈ കർത്താവായ യേശുക്രിസ്തു തുടർന്ന് ഇപ്രകാരം പറഞ്ഞു, ഇപ്പോൾ തന്നെ ഞാൻ എൻ്റെ പിതാവിനോട് ചോദിച്ചിരുന്നുവെങ്കിൽ 12 ലഗ്യോനിലും അധികം ദൂതന്മാരെ എന്നോടുകൂടെ നിർത്തേണ്ടതിനോ എനിക്ക് കഴിയത്തില്ലായിരുന്നു. അപ്പോൾ യേശു ഒന്ന് പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ ആ പർട്ടിക്കുലർ സമയത്ത് യേശുവിനോടുകൂടെ എത്ര ദൂതന്മാരുണ്ട്? 12 ലഗ്യോൻ. ഒരു ലഗ്യോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6000 എണ്ണം. അങ്ങനെയാണെങ്കിൽ 12 എന്ന് പറഞ്ഞാൽ 12 72, 72,000 ഏഞ്ചൽസ്. മനസ്സിലായോ? ഏറ്റവും മിനിമം എത്ര? കൂടിയാൽ എത്ര വേണം? അപ്പോൾ എത്ര ദൂതന്മാരാണ് നമുക്ക് സപ്പോർട്ടെന്ന് നമുക്കറിയത്തില്ല. എങ്കിലും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, മിനിമം 2 ഓരോരുത്തർക്കുണ്ട്. ഓക്കെ, വാസ്തവത്തിൽ നമ്മൾ നടക്കുന്ന ആരെ പോലെ നടക്കുന്നറിയാം? രാജാക്കന്മാരെ പോലെയാണ് നടക്കുന്നത്. ഇടവും വലവും ഒക്കെ നമുക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കുക. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കി ഇത് ആരെക്കുറിച്ചാണ് പറയുന്നറിയാം? സാധാരണപ്പെട്ട ഒരു രക്ഷിക്കപ്പെട്ടവൻ. ആ സ്ഥാനത്ത് കർത്താവിന് വേണ്ടി ഒരാത്മാവിനെങ്കിലും ആദായപ്പെടുത്തിയാൽ ദൈവം എന്തോ ചെയ്യുമെന്നറിയാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോണം, ദൈവത്തിൻ്റെ ദൂതന്മാർ ആരാണോ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി, അവർ
രക്ഷിക്കപ്പെടുന്നവരുടെ സേവയ്ക്ക് വേണ്ടി അയക്കപ്പെടുന്ന സേവകാത്മാക്കൾ. ശ്രദ്ധിച്ചോണം ഞാൻ ഈ പറഞ്ഞ വേർഡ്, ദേ ആർ സെൻഡ് ബൈ ഗാഡ്. ദൈവത്താലാണ് അവർ അയക്കപ്പെട്ടത്. എന്തിനു വേണ്ടി അയക്കപ്പെട്ടു? എൻ്റെയും നിങ്ങളുടെയും ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കപ്പെട്ടു. ദാറ്റ് മീൻസ് ദേ ആർ സെർവൻസ് ഫോർ അസ്. അവർ നമ്മുടെ ശുശ്രൂഷകന്മാരാണ്, നമ്മുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആക്കിയിരിക്കുന്ന സേവകാത്മാക്കൾ. എന്ത് ശുശ്രൂഷയാണ് ഇവർ ചെയ്യുന്നത്? ഞാൻ 2-3 കാര്യങ്ങളിലേക്ക് കടന്നു വരാം. വായിച്ചോട്ട്. ഒന്നാമത്തെ ജോലി, അവരുടെ ഫസ്റ്റ് ജോലി, ദേ ഗാർഡ് ആൻഡ് പ്രൊട്ടക്റ്റ് അസ്. അവർ നമ്മെ കാക്കുന്നു, അവർ നമ്മെ സൂക്ഷിക്കുന്നു. ദേ ഗാർഡ് ആൻഡ് പ്രൊട്ടക്റ്റ് അസ്. ആ വാക്യം ഒന്നുകൂടെ മനസ്സിലാക്കത്തക്കവണ്ണം ഒരു വാക്യം ഒന്ന് വായിച്ചാൽ സാംസ് 91 വേഴ്സ് നമ്പർ 11 and 12. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട്. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന്. അപ്പോൾ ഓൾറെഡി ദൈവം ആര് കൽപ്പിച്ചു? ദൈവം ആരോട് കൽപ്പിച്ചു? ദൂതന്മാരോട്. അപ്പോൾ എൻ്റെ സകല വഴികളിലും എന്നെ കാക്കേണ്ടതിന് ദൈവം തൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ദൈവത്തിന് പ്രസാദകരമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് ദൈവത്തിന് ഹിതകരമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നുവെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവം ഓൾറെഡി കമാൻഡ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് ആക്ക്, ദൂതന്മാർക്ക്. അവരെന്ത് ചെയ്യുന്നു? എൻ്റെ എല്ലാ വഴികളിലും എന്നെ കാക്കേണ്ടതിന്. അപ്പോൾ സകല വഴികളിലും ഞാൻ പ്രൊട്ടക്റ്റഡാണ്. നമ്മൾ പോലും അറിയാത്ത ദൂതന്മാർ നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി നമ്മുടെ മുൻപിലുണ്ട്, നമ്മുടെ ചുറ്റുപാടുമുണ്ട്. വാസ്തവത്തിൽ അവരെന്താ ചെയ്യുന്നത്? താഴത്തെ വാക്യം പറയുന്നു, നിൻ്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അപ്പോൾ ഈ ദൂതന്മാർക്കൊരു ജോലിയുണ്ട്, വെറുതെ എൻ്റെ കൂടെ നടക്കുവാനല്ല, എൻ്റെ കാൽ തട്ടുവാൻ ദൈവം അനുവദിക്കുകയില്ല. എൻ്റെ കാൽ അറിയാതെ തട്ടിയാലും ദൂതൻ്റെ ഉത്തരവാദിത്തമാണ് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. കണ്ടിട്ടില്ലേ പലപ്പോഴും ഭയാനകമായിരിക്കുന്ന ആക്സിഡൻറ്റ് കണ്ടിട്ടുള്ളവരൊക്കെ പറഞ്ഞ് ഇത് ആൾ തട്ടിപ്പോയി ഇതിനകത്തെന്ന് പറഞ്ഞിട്ടും രക്ഷപ്പെട്ടതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? നമ്മൾ ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നില്ല, അറിയുന്നില്ല എന്താ അവിടെ നടക്കുന്നെന്ന്. ദൈവം ഓൾറെഡി തൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്നു. എന്താ കൽപ്പിച്ചിരിക്കുന്നത്? നിൻ്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കുന്നതിന് ദൈവം എന്നെ കാവൽ ചെയ്യുന്നു. ആരാ കാവൽ ചെയ്യുന്നത്? ദൈവം തൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും ഏറ്റവും കുറഞ്ഞ് 2 ദൂതന്മാർ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനായിട്ടുണ്ട്. ഈ ദൂതന്മാരെ എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? ആ വാക്യം ഒന്ന് വായിച്ചോട്ടെ. സാംസ് 91 വേഴ്സ് നമ്പർ 4, 4ാമത്തെ വാക്യം. തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും,
അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. വാസ്തവത്തിൽ ഇവിടെ താഴെ ദൂതന്മാരെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ദൈവം അവിടെ തുടങ്ങിയിരിക്കുന്ന ഇപ്രാർത്ഥന അത്യുന്നത മകളിൽ വസിക്കുകയും സർവശക്തൻ നിഴലിൻ കീഴിൽ പാക്കുകയും ചെയ്തവൻ യഹോവയെക്കുറിച്ച് അവൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കടിയിൽ നിന്നും പഠിച്ചിട്ടില്ലേ? 91-ാം സങ്കീർത്തനം. നാശകരമായ മഹാമാരിയിൽ നിന്നും. കുഴഞ്ഞ ചേട്ടൊന്നും ഇല്ലല്ലേ? ഓക്കെ, വിടുവയ്ക്കാം. എന്നിട്ട് എന്താ ഇവിടുത്തെ വിഷയം എന്നെ അവിടെ പറയുന്നത്? തൻ്റെ തൂവലുകൾ കൊണ്ട് നിന്നെ മറയ്ക്കും. നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ ഒന്നുകൂടെ നിങ്ങൾക്ക് ചിന്തിക്കുവാൻ സാധിക്കും. എൻ്റെ ഇടവും വലവും ദൈവം ആരെ നിർത്തിയിട്ടുണ്ട്? ദൂതന്മാരെക്കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ പ്രകാരം പഠിക്കുകയുണ്ടായി. ദൂതന്മാർക്കൊക്കെ എന്തൊക്കെയുണ്ട്? ഒരു പക്ഷെങ്കിൽ ഈ ദൈവം തൻ്റെ ദൂതന്മാരുടെ ചെറുകൊണ്ടാണോ എന്ത് ചെയ്തിരിക്കുന്നത്? എന്നെ കാവക ചെയ്തിരിക്കുന്നത്. തൻ്റെ തൂവലുകൾ കൊണ്ട് അവനെ മറയ്ക്കും. ദൈവത്തിൻ്റെ മക്കളെ നിങ്ങളത് മനസ്സിലാക്കണം. ദൈവം ഓൾറെഡി കമാൻഡ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അവരെ ദൈവം ടെസ്റ്റ് ചെയ്ത് നല്ല ദൂതന്മാരെന്ന് കണ്ടിട്ടാണ് ഇങ്ങോട്ട് ഡെപ്യൂട്ടേഷനിൽ അയച്ചിരിക്കുന്നത്. അവർക്കൊരു ഉത്തരവാദിത്വമുണ്ട്. എൻ്റെ കാൽ കല്ലിൽ തട്ടാതെ വണ്ണം എന്നെ കാവൽ ചെയ്യുക. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു വേദവാക്യം ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഒരു കാര്യം പലപ്പോഴും ദൈവത്തോട് ചോദിക്കാറുണ്ട്. കാൽ കല്ലിൽ തട്ടിയാൽ ദൈവമേ എന്തുകൊണ്ടാണ് എൻ്റെ കാല് സാധാരണ തട്ടാറില്ല? ഇൻ കേസ് തട്ടിയാൽ ഞാൻ തിരിച്ചൊന്ന് ചോദിക്കുകയാണ്, ദൈവമേ എന്തുകൊണ്ട് എൻ്റെ കാൽ കല്ലിൽ തട്ടി? കാരണം ഓൾറെഡി എനിക്ക് ആരുണ്ട്? ദൂതന്മാർ കാവലുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വചനം വെറും കെട്ടുകഥകൾ എഴുതി വച്ചിരിക്കുന്ന പുസ്തകമല്ല. ഇറ്റ്സ് എ ബുക്ക് ഓഫ് റിയാലിറ്റി. ആ റിയാലിറ്റി പറയുന്നു, അവൻ തൻ്റെ ചെറുകൊണ്ട് എന്നെ പരിപൂർണമായിട്ട് മറയ്ക്കും, എന്നെ പരിപൂർണമായിട്ട് മൂടുവാനിടയായി തരും. നിങ്ങൾ മനസ്സിലാക്കണം, ദൂതന്മാരുടെ ഒരു ജോലിയാണ്. ദൈവം കൽപ്പിച്ച് അവരെ ഇങ്ങോട്ട് അയച്ചിരിക്കുകയാണ്. എൻ്റെ ഇടവും വലവും നിൽക്കുവാൻ ദൈവം അയച്ചിട്ടുണ്ട്. എൻ്റെ മുൻപിലും പുറകിലും നിൽക്കുവാൻ ദൈവം അയച്ചിട്ടുണ്ട്. അവരുടെ ഉത്തരവാദിത്വമാണ് എൻ്റെ കാലെ കൂടെ നോക്കി നടക്കുക എന്നുള്ളത്. കല്ലിൽ തട്ടേണ്ട ഒരു സിറ്റുവേഷൻ കടന്നു വരുമ്പോൾ അതിൽ നിന്ന് എന്നെ വിടുവിക്കേണ്ടതോ ഈ ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ മക്കളെ നിങ്ങൾ മറന്നു കളയരുത്. ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുന്നത് ദൈവം ഹൈലി ഓണേർഡാണ്. അവർ സാധാരണപ്പെട്ട ഏതോ കഴിവില്ലാത്തൊരു കൂട്ടമല്ല. അവരുടെ പിൻപിൽ ദൈവം ഒരു വലിയ കടത്തിയാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഏലിയാവിൻ്റെ അടുക്കൽ യുദ്ധത്തിന് വേണ്ടി ഒരു വലിയ സൈന്യം കടന്നു വന്നു. ദൈവം തൻ്റെ പ്രവാചകനിൽ കൂടെ ഇപ്രകാരം തൻ്റെ ദാസനോട് പറഞ്ഞു, ദൈവമേ അവൻ്റെ കണ്ണും തുറന്നു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ലോകത്തിൻ്റെ കണ്ണുകൾക്ക് കാണുവാൻ സാധിച്ചില്ല. ചുറ്റുപാടുകളൊന്നും കണ്ടു. ആ സ്ഥലം മുഴുവൻ ദൂതന്മാരെ കൊണ്ട് കവർ ചെയ്തിരിക്കുക. ഗ്ലോറിയസ് മൈ ലോർഡ്. ദൈവത്തിൻ്റെ മക്കളെ നിങ്ങൾ ഓർപ്പിക്കട്ടെ, പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ നിങ്ങൾ മുട്ടുകളെ നിങ്ങൾ മടക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, ദൈവത്തിൻ്റെ ദൂതന്മാർ നിൻ്റെ പാളയത്തിന് ചുറ്റും കാവല. ആ സമയത്ത് ഒന്നല്ല വരുന്നത്, നീ ദൈവത്തോട് ചോദിക്കുമ്പോൾ, ദൈവത്തോട് നീ അപേക്ഷിക്കുമ്പോൾ ഒരു സപ്പോർട്ടെന്ന് മാത്രമല്ല, നിൻ്റെ ദൂതന്മാരെ കൊണ്ട് ദൈവം നിന്നെ പൂർണ്ണമായിട്ട് കാവൽ ചെയ്യുക. രാത്രി കിടക്കുവാൻ പോകുമ്പോൾ ഒന്ന് പറഞ്ഞു വെച്ച് കിടക്കണം, ദൈവമേ ഇത് നിൻ്റെ ദൂതന്മാരെ കൊണ്ട് ഈ വീടിനെ ഒന്ന് കാവൽ ചെയ്യണം. വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഒന്ന് പറഞ്ഞോണം, കർത്താവേ നിൻ്റെ ദൂതന്മാരെ കൊണ്ട് കാവൽ ചെയ്യണം. വഴിയിൽ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുമ്പോൾ പറഞ്ഞോണം, കർത്താവേ ഈ വാഹനത്തെ ദൂതന്മാരെ കൊണ്ട് കാവൽ ചെയ്തോണം. ദൂതനെ വന്ന് കാവൽ ചെയ്യാനല്ല പറയേണ്ടത്, ദൈവമേ നീ ഒന്ന് കാവൽ ചെയ്യിക്കണം. പ്രിയപ്പെട്ടവർ, എന്ത് വരുമെന്നറിയാമോ? നീ കടന്നു പോകുന്ന സകല വഴികളിലും ദൈവത്തിൻ്റെ നന്മ നിനക്ക് കാണുവാൻ സാധിക്കും. നീ ദൈവത്തിൻ്റെ പൈതലാകുന്നുവെങ്കിൽ, ദൈവത്തിന് ഇഷ്ടകരമായിരിക്കും കാര്യം നീ ചെയ്യുന്നുവെങ്കിൽ, ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, അസാധാരണമായിരിക്കും യാതൊന്നും സംഭവിക്കാതെ എൻ്റെ ദൈവം നിന്നെ പരിപാലിപ്പാൻ ശക്തൻ. അപ്പോൾ ദൈവത്തിന് എന്ത് ചെയ്യുന്നു? ദൂതന്മാരുടെ ജോലി എന്താ? ഒന്നാമത്തെ ജോലി എൻ്റെ ചുറ്റുപാടുകൾ നടക്കുക, എന്നെ കാവൽ കാക്കുക, എന്നെ ചെറുകൊണ്ട് മൂടുക, തൻ്റെ തൂവലിൻ്റെ മറവിൽ എന്നെ ഒളിപ്പിക്കുക, എന്നെ കംപ്ലീറ്റ്ലി പ്രൊട്ടക്റ്റ് ചെയ്യുക. നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെ കാലൊന്ന് മുറിഞ്ഞാൽ സ്വർഗത്തിലെ ദൈവം ഈ ദൂതനോട് കണക്ക് നോക്കി, എവിടെ പോയി നീ എന്നോ?
നിങ്ങൾ മനസ്സിലാക്കണം, എനിക്കൊരു കൊച്ചു പോകൽ ഏൽക്കുവാൻ എൻ്റെ സ്വർഗീയ പിതാവ് ആഗ്രഹിക്കുന്നില്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു കൊച്ചു പോകൽ ഏൽക്കുമ്പോൾ മാതാവിന് പിതാവിന് ഭാരമുണ്ടാകുന്ന പോലെ മറന്നു കളയരുത്. എൻ്റെ മുറിവ്, എൻ്റെ ശരീരം ഒന്ന് മുറിയുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് വേദനയാത്. ഹോളി ഗാഡ്, ദൈവം അത്രമാത്രം ഹൈലി എസ്റ്റീംഡ്, ഹൈലി ഓണേർഡ്. ദൈവം അത്രമാത്രം ഉന്നതത്തിൽ എന്നെ വെച്ചിരിക്കുക. അപ്പം ഇവരുടെ ജോലിയുണ്ട്, എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക, എന്നെ കാവൽ ചെയ്യുക. 2, ഇവരുടെ ജോലി എന്ത്? നിങ്ങൾ വാക്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുക. Psalms 34:7 ആദ്യത്തെ അതിൻ്റെ വാക്യം. Praise God. Hallelujah. Psalms 34:7, Matthew 18:10. Holy God. വേദപുസ്തകം 34:7 എന്ത് പറയുന്ന അറിയാമോ? യഹോവയുടെ ദൂതൻ, ഹോളി ഗാഡ്, അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. ദൂതൻ്റെ ജോലി എന്നെ വിടുവിക്കുക. എന്ത് ചെയ്യുന്നു? എനിക്ക് ചുറ്റുപാടും പാളയമിറങ്ങുന്നു. നമ്മളാ പാളയം ഇറങ്ങി കിടക്കുന്നത്, അതുകൊണ്ട് ആ ദൂതന്മാർ ചെയ്യാത്ത. ദൈവം ചെയ്യേണ്ട ജോലി ദൈവത്തിന് ഏൽപ്പിച്ചുകൂടെ, ദൈവം അത് ചെയ്യും. ആ ജോലി നമ്മൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ദൈവം അങ്ങോട്ട് തിരിഞ്ഞു നോക്കത്തില്ല. 2, എന്ത് സംഭവിക്കും? എന്ത് ചെയ്യുന്നു? രണ്ടാമത് ദൂതന്മാരുടെ ജോലി, ദേ ഗോ എഹഡ് ആൻഡ് പ്രിപ്പയർ ദ വേ. അവ മുൻപോട്ട് കടന്നുപോയി എനിക്ക് വേണ്ടി വഴിയൊരുക്കുന്നു. ദേ ഗോ എഹഡ് ആൻഡ് പ്രിപ്പയർ ദ വേ. വായിച്ചാട്ട് Exodus chapter 33 verse 2 പെട്ടെന്ന്. Hallelujah. Holy God, we thank you. Exodus 33 verse 2 പെട്ടെന്ന്. Praise God. ദൈവം പറയുകയാണ്, ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു. യെസ്, താഴോട്ട്. Holy God. യെസ്. കനാന്യൻ, അമോര്യൻ, ഹിത്യൻ, പെരിസ്യൻ, ഹിവ്യൻ, ഗിർഗശ്യൻ, യബൂസ്യൻ എന്നിവരെ ഞാൻ ഓടിച്ച് കളയും. നിങ്ങൾ മനസ്സിലാക്കണം, ഇവരാരാന്നറിയാമോ? ഈ പോയവർ കടന്നു വന്നിട്ട് ഇപ്രകാരം ഞങ്ങൾ അവിടെ അനാഖ്യമല്ലന്മാരെ കണ്ടു. ദൈവം എന്തോ പറഞ്ഞു? കുഞ്ഞേ, നീ അല്ല യുദ്ധം ചെയ്യുവാൻ പോകുന്നത്, ഞാൻ നിനക്കുമ്പായി എൻ്റെ ദൂതനെ അയക്കുന്നു. ദൈവമക്കൾ മനസ്സിലാക്കണം, നിങ്ങളുടെ മുൻപിൽ പ്രതികൂലങ്ങൾ മുൻപിൽ കടന്നു വരുമ്പോൾ ഒന്നും ഓർത്തോണം, ദൈവത്തിന് വഴിയുണ്ട്. ദൈവം തൻ്റെ ദൂതനെ മുൻപേ അയക്കുവാൻ മതിയായവനാ. അതുകൊണ്ടാണ് സാധാരണ നമ്മുടെ എല്ലാ വഴികളിലും എന്ത് ചെയ്തോണം? ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ പറയുന്നത്. വണ്ടിയെ കയറി ഇരിക്കുമ്പോഴും ഒന്ന് പറഞ്ഞോണം, കർത്താവേ, വണ്ടി ഓടിക്കാൻ എനിക്ക് കഴിവില്ല, നീ എന്നെ ഒന്ന് സഹായിക്കണം. വീട്ടിലാണെങ്കിലും നമ്മൾ എവിടെയാണെങ്കിലും നിങ്ങൾക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 24-7 വാക്യം, അവിടെ അബ്രഹാം പറയുന്നൊരു വാക്യമുണ്ട്, അബ്രഹാം പറയുന്നൊരു ഭാഗമുണ്ട്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? അബ്രഹാം പറയുന്നത് തൻ്റെ ദാസനാകുന്ന എലിയാസറിനെ തൻ്റെ മകനാകുന്ന ഇസ്ഹാക്കിന് വേണ്ടി ഒരു ഭാര്യ എടുക്കുവാനായിട്ട് അയക്കുമ്പോൾ അബ്രഹാം പറയുന്നൊരു ഭാഗമുണ്ട്. അബ്രഹാം എലിയാസറിനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, നീ എൻ്റെ പ്രതിഭവനത്തിൻ്റെ ചാച്ചക്കാരുടെ അടുക്കൽ ചെല്ലണം, അവിടുന്ന് വേണം നീ ഒരു പെൺകുട്ടിയെ കൊണ്ടുവരുവാൻ. എന്നിട്ട് അബ്രഹാം പറയുന്നൊരു കാര്യമുണ്ട്, എലിയാസറിനോട് പറഞ്ഞത്, ദൈവം തൻ്റെ ദൂതനെ നിനക്ക് മുൻപായി അയക്കും. ഹോളി ഗാഡ്. ദൈവം തൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കും. എന്തിനു വേണ്ടി അയക്കുന്നേ? ഇസ്ഹാക്കിന് തക്കതായിരിക്കുന്ന പെൺകുട്ടിയെ കണ്ടുപിടിക്കുവാൻ. എന്തുകൊണ്ടാണ് എലിയാസ് പോയി തപ്പി നടക്കാഞ്ഞെന്നറിയാമോ? ദൈവം തൻ്റെ ദൂതനെ അയച്ചു. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ മക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം തൻ്റെ ദൂതന്മാർ കൊടുത്തിരിക്കുന്നൊരു വലിയ ഉത്തരവാദിത്തമാണ്, അവർ കൊടുത്തിരിക്കുന്ന ജോലിയാണ്. പ്രിപ്പയർ എ വേ ഫോർ us. നമുക്ക് വേണ്ടി ഒരു വഴിയൊരുക്കുവാൻ, നമുക്ക് വേണ്ടി ഒരു മാർഗമൊരുക്കുവാൻ. ഗർഗശ്യരോ യബൂസ്യരോ ഹിത്യരോ ഹിവ്യരോ അവരെ അല്ല നമ്മൾ കാണേണ്ടത്. ഞാൻ നിങ്ങൾ കാണുന്ന ഒന്ന് മാത്രമുണ്ട്. യഹോവ ഇപ്രകാരം കൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ എൻ്റെ ദൂതനെ നിനക്കുമ്പായി അയക്കും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഇത് വെറും വേദവാക്യമായി ഇരിക്കരുത്. നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ ദൈവത്തോട് പറയണ, കർത്താവേ, നിൻ്റെ ദൂതനെ നീ മുൻപായിട്ട് അയക്കണം.
നിന്റെ ദൂതനെ മുൻപോട്ട് അയച്ചാട്ടോ. ദൈവത്തിൻ്റെ ദൂതന്മാർ മുൻപിൽ കടന്നു ചെല്ലുന്നുവെങ്കിൽ നീ അല്ല യുദ്ധം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ട കാര്യം വരത്തില്ല. ദൈവം തന്നെ സകലത് ഭംഗിയായി ചെയ്യും. ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയട്ടെ. മർമ്മം മറ്റൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സത്യമായിരിക്കാം, എന്നാൽ അത് മർമ്മം ആയിട്ട് ഞാൻ പറയുക. എന്താണെന്നറിയാമോ? നിൻ്റെ എല്ലാ വഴികളിലും ദൈവത്തിൻ്റെ കരങ്ങളെ കേൾപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ദൈവം നിൻ്റെ പാതകളെ മുഴുവൻ നിരപ്പാക്കും. അസാധാരണമായിരിക്കുന്ന ചിന്തകളോ ഭാരങ്ങളോ വിചാരങ്ങളോ നമുക്ക് ആവശ്യമില്ല. അസാധ്യമായിരിക്കുന്ന കാര്യം ദൈവത്തിൻ്റെ കരങ്ങളെ കേൾപ്പിച്ചു കൊടു. ദൈവത്തോട് പറ, കർത്താവേ നിൻ്റെ വിശുദ്ധ വചനം ഇപ്രകാരം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കും. കർത്താവേ നിൻ്റെ ദൂതനെ മുൻപോട്ട് അയച്ച് എനിക്കിവിടെ വഴിയൊരുക്കണമെന്ന് പറഞ്ഞു കൊടുന്നും പിന്നോട്ട് കടന്നു പോ. ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കാണുവാൻ സാധിക്കും. ഇത് വെറും പുസ്തകത്തിൽ കിടക്കേണ്ട ചില കഥകളല്ല, ജീവിതത്തിൽ അർത്ഥമാക്കേണ്ട ചില കാര്യങ്ങളാണ്, അനുഭവിക്കേണ്ട ചില വിഷയങ്ങളാണ്. ദൈവം തൻ്റെ ദൂതന്മാരെ ആക്കി വെച്ചിട്ടുണ്ട് എൻ്റെയും നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി. അവരെന്ത് ചെയ്യുന്നു? ദേ പ്രിപ്പയർ എ വേ ഫോർ മീ. എനിക്ക് വേണ്ടി ഒരു വഴിയൊരുക്കുന്നു, എനിക്ക് വേണ്ടി ഒരു പാതയൊരുക്കുന്നു. കേൾപ്പിച്ചുകൂട് ദൈവത്തിൻ്റെ ലബക്കാല, ദൈവത്തിൻ്റെ കാര്യങ്ങളെ കേൾപ്പിച്ചുകൂട്. ഈ 3 എന്ത് ചെയ്യുന്നു ഈ ദൂതന്മാർ? ആക്ട്സ് ചാപ്റ്റർ 8 വേഴ്സ് 26-29. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം 26 മുതൽ 29 വരെ. ആക്ട്സ് ചാപ്റ്റർ 10 വേഴ്സ് 3 and 7. Acts 8 verse 26-29. Acts 10 verse 3 and 7. Acts 10 verse 3 ഒന്ന് വായിച്ചാട്ട് പെട്ടെന്നോ. എന്ത് ചെയ്യുന്നു? മൂന്നാമത്തത്, ദേ ഡയറക്ടേഴ്സ് നമ്മെ നയിക്കുന്നു. എങ്ങോട്ട് പോകണം എന്നുള്ളത് നമ്മെ നയിക്കുന്നു. ദേ ഡയറക്ടേഴ്സ്. വായിച്ചാട്ട് ആക്ട്സ് 10 വേഴ്സ് 3. ഗ്ലോറിയസ് മൈ ജീസസ്. ആത്മീയമായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോൾ, നിന്റെ ഭൗതിക വിഷയത്തിൽ എങ്ങനെ പോകണമെന്ന് അറിയാതിരിക്കുമ്പോൾ, നീ ദൈവത്തോട് നിലവിളിക്കുന്ന സമയത്ത് മറന്നു കളയരുത്. ദൈവം തൻ്റെ ദൂതനെ അയച്ച് നിന്നെ ഗൈഡ് ചെയ്യും, നിന്നെ ഡയറക്റ്റ് ചെയ്യും. എങ്ങോട്ടാണ് പോകേണ്ടത്, എന്തുവാ ചെയ്യേണ്ടത്, എവിടെയാണ് നിൽക്കേണ്ടത്, ആരെയാ പോയി കാണേണ്ടത്, അത് ദൈവത്തിൻ്റെ ദൂതനായിരിക്കും ഡയറക്റ്റ് ചെയ്യുന്നത്. ജീവിതത്തിൽ ഒന്ന് പിന്നോട്ട് നോക്കി ഒന്ന് ചിന്തിച്ച് നോക്കിയാട്ടെ, എത്രയോ വട്ടങ്ങൾ ജീവിതത്തിൽ നമ്മളത് അനുഭവിച്ചില്ലേ? പലപ്പോഴും നമുക്കറിയത്തില്ല, പലപ്പോഴും വന്നുപോയ ഒരു ചിന്തയാണ്, ചിന്തിക്കുമായിരിക്കാം, എന്നാൽ നമ്മൾ പോലും മനസ്സിലാക്കിയിട്ടില്ല. ദൈവം തൻ്റെ ദൂതനെ അയച്ച് നമ്മെ ഡയറക്റ്റ് ചെയ്യുന്നു. ഒരു മനുഷ്യ വേഷത്തിലായിരിക്കാം ഒരുപക്ഷെ ദൂതൻ കടന്നു വന്നു. അനേക ഇൻസിഡൻസ് പറയുവാനുണ്ട്, പക്ഷേ എൻ്റെ സമയം വളരെ മുൻപോട്ട് കടന്നു പോയതുകൊണ്ട് ഞാൻ ഈ വിഷയം എനിക്ക് അവസാനിപ്പിക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ഈ ദൂതന്മാർ? എന്ത് ചെയ്യുന്നു? മൂന്നാമത് ചെയ്യുന്നത് ദേ ഡയറക്ടേഴ്സ്, അവർ നമ്മെ നയിക്കുന്നു. 4, they give warning. They give warning of the impending danger. അടുത്തു വരുന്നു ആയിരിക്കുന്ന അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് തരുന്നു. Genesis chapter 19 verse 15. Genesis 19 verse 15. ഈ ഭാഗം നിങ്ങൾക്കറിയാം. ലോത്തിൻ്റെ നാശത്തെക്കുറിച്ചാണോ സോദോം ഗൊമോറയുടെ നാശത്തെക്കുറിച്ച് അവിടെ പറയുന്നത്. രാവിലെ എഴുന്നേറ്റ് ദൂതൻ പറഞ്ഞു, ഞാനിത് നശിപ്പിക്കുവാൻ പോകുക. ദൈവത്തിൻ്റെ വചനം പറഞ്ഞിട്ടും രാവിലെ എഴുന്നേറ്റപ്പോൾ ഈ ലോത്തും അമ്മച്ചിയും എല്ലാം കൂടെ എന്തോ ചെയ്തു? എങ്ങനെങ്കിലും അല്പകാലം കൊണ്ട് നിൽക്കാൻ പറ്റുമോ എന്ന് നോക്കി വീട്ടിൽ താമസിക്കുക. ആ സമയത്ത് ദൂതന്മാർ കടന്നു ചെന്നിട്ട് അവരെ കുത്തി അവിടെ നിന്ന് ഇളക്കി വിടുക, അല്ലാതെ അതെല്ലാം നശിച്ചു പോയി. ദൂതന്മാർ കടന്നു ചെന്ന് കുത്തി ഇളക്കി മുമ്പോട്ട് വിടുക. ഈവൻ അവർ പോലും ആഗ്രഹിച്ചില്ല, അവരവിടെ തന്നെ കിടക്കുവാനായിട്ട് ആഗ്രഹിച്ചു. എന്നാൽ ദൂതന്മാർ പറഞ്ഞു, കുഞ്ഞേ ഇത് നശിക്കുവാൻ പോകുക, സ്വർഗ്ഗത്തിൽ തീ ഇവിടെ കടന്നു വരുവാൻ പോകുക. എത്രയും പെട്ടെന്ന് ഇത് രക്ഷപ്പെട്ടു, എത്രയും പെട്ടെന്ന് ഇത് രക്ഷപ്പെട്ടു. കടന്നു വരുന്നതായിരിക്കുന്ന അപകടത്തെ മുൻപിൽ അറിയിക്കുക, മുൻപിൽ അത് പറഞ്ഞു കൊടുക്കുക. ദാറ്റ് മീൻസ് വേറെ രീതി ഞാൻ പറഞ്ഞാൽ ഇറ്റ്സ് ഗിവ്സ് റെവലേഷൻ, വെളിപ്പാടുകൾ നൽകുന്നു. 2 Kings chapter 1 verse 15. നെക്സ്റ്റ്, വളരെ നല്ല, ദേ ഫീഡ് അസ്, നമ്മെ തീറ്റിക്കുന്നു. അറിയാം ആരെക്കുറിച്ചാണ് പറയുന്നത്? ഏലിയാവിനെക്കുറിച്ച്.
1 King chapter 19 verse 5. ഏലിയാവ് ഭാരപ്പെട്ടിരിക്കുമ്പോൾ ദൈവം തൻ്റെ ദൂതനെ അയച്ച് ഏലിയാവിന് അട കൊടുക്കുവാനിടയായി തീർന്നു. നെക്സ്റ്റ്, ദേ സ്ട്രെങ്തൻ us. വളരെ ഇമ്പോർട്ടൻറ്റ്, ദേ സ്ട്രെങ്തൻ us ഇൻ അവർ ട്രയൽസ്. നമ്മുടെ പ്രശ്നത്തിലോ നമ്മുടെ പ്രതികൂലത്തിലോ ഈ ദൂതന്മാർ നമ്മെ ശക്തിപ്പെടുത്തുന്നു. Matthew chapter 4 verse 11. Luke chapter 22 verse 43. Acts 27 verse 23. ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ദൂതന്മാർ ശക്തിപ്പെടുത്തുന്നു. എന്ത് സംഭവിച്ചു? കർത്താവായ യേശു 40 ഉപവസിച്ച ശേഷം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ 40 ദിവസം മരുഭൂമിയിലേക്ക് അയക്കപ്പെടുകയാണ്. ഈ അയക്കപ്പെടുന്ന ആ സമയത്ത് പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് അവസാനം സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. യേശുവിനെ ദൂതന്മാർ അടുത്ത് വന്ന് ശുശ്രൂഷിച്ചു, സ്ട്രെങ്തനെ. കർത്താവായ യേശു ക്രിസ്തു ഗത്സമനെ തോട്ടത്തിൽ നിന്ന് വാവിട്ട് നിലവിളിക്കുക. യേശു പറയുന്ന ഒന്നുണ്ട്, എലോഹി എലോഹി, എൻ്റെ ഈ കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടമാകട്ടെ. ഈ നിലവിളിയുടെ മധ്യത്തിൽ 1-2 പ്രാവശ്യം നിലവിളിച്ച് യാതൊരു അർത്ഥമുണ്ടായില്ല, യാതൊരു അനക്കമുണ്ടായില്ല. എന്നാൽ മൂന്നാമത്തെ നിലവിളിയുടെ മധ്യത്തിൽ ദൈവം തൻ്റെ ദൂതനെ അയച്ചു കൊടുത്തു. ദൂതൻ എന്ത് ചെയ്തു? യേശുവിനെ ശക്തിപ്പെടുത്തി. എങ്ങോട്ടാണ് ശക്തിപ്പെടുത്തിയത്? യേശുവിനെ ശക്തിപ്പെടുത്തിയത് ഈ പ്രതികൂലങ്ങൾ കൂടെ ധൈര്യമായിട്ട് മുൻപോട്ട് കടന്നു പോകുക, ഈ പ്രശ്നങ്ങൾ കൂടെ ധൈര്യമായിട്ട് മുൻപോട്ട് കടന്നു പോകുവാൻ. 40 രാവും 40 പകലും ദിനരാത്രങ്ങൾ അറിയത്തില്ല, സൂര്യൻ്റെ വെളിച്ചമില്ല, കടലിൽ ഉള്ളതായിരിക്കുന്ന കപ്പലുണ്ടായിരുന്ന സകലതും വലിച്ചെറിഞ്ഞു കളഞ്ഞു. ഒരു മനുഷ്യൻ രക്ഷപ്പെടുമെന്നുള്ള എല്ലാ ആശകളും നശിച്ചു. എന്നാൽ ആ പ്രത്യേകമാർക്ക സമയത്തിൽ ദൈവം തൻ്റെ ദൂതനെ അയച്ചു. ദൂതൻ പൗലോസിൻ്റെ മുമ്പിൽ നിന്നിട്ട് പൗലോസിനോട് ഇപ്രകാരം പറഞ്ഞു, പൗലോസേ, നീ കൈസറുടെ മുൻപാകെ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെയുള്ള ഒരൊറ്റയെണ്ണത്തിൻ്റെ ഒന്നും ഞാൻ പൊഴിച്ചു കളയത്തില്ല, അവനെ എല്ലാം ഞാൻ രക്ഷപ്പെടുത്തും. ഈ ദൂതൻ്റെ ആ ഒരൊറ്റ വേർഡ് ഈ പൗലോസിനെ എന്തോ ചെയ്തെന്നറിയാമോ? ധൈര്യപ്പെടുത്തി. ഞാൻ ഓർപ്പിക്കട്ടെ, ജീവിതത്തിൻ്റെ ട്രയൽസിൻ്റെ മധ്യത്തിൽ, പ്രയാസത്തിൻ്റെ മധ്യത്തിൽ ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് നമ്മെ ശക്തീകരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, അത് ഒരു മാനുഷികമായിരിക്കുന്ന ഒരു ശക്തി ആയിരിക്കത്തില്ല. അത് ഇറ്റ്സ് സംതിങ് ബിയോണ്ട് ഹ്യൂമൻ ഇമാജിനേഷൻ. മനുഷ്യരുടെ ചിന്തയ്ക്ക് പോലും മനസ്സിലാക്കുവാൻ സാധിക്കുന്നതിന് അപ്പുറമായിരിക്കുന്ന ശക്തിയായിരിക്കും ആ സമയത്ത് വ്യാപരിക്കുന്നത്. കാരണം ഇറ്റ്സ് ഫ്രം ഏഞ്ചൽസ്. ഈ ദൂതന്മാർ ശക്തിപ്പെടുത്തുന്നു. ഏതിനെ ശക്തിപ്പെടുത്തുന്നു? ബോൾഡ്ലി മുൻപോട്ട് കടന്നു പോകുവാൻ. ദൈവമക്കളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പിന്നോട്ട് നോക്കിയാൽ അത് മനസ്സിലാക്കുവാൻ സാധിക്കും. എൻ്റെ ജീവിതത്തിൽ അനേക സന്ദർഭങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അവരുടെ വാസ്തവത്തിൽ ദൈവത്തിൽ പ്രതികൂലങ്ങളുടെ നടുവിലിരുന്ന് വാവിട്ട് നിലവിളിക്കുന്ന ആ സമയത്ത് ഒരു സ്റ്റെപ്പ് പോലും മുമ്പോട്ട് നടക്കുവാൻ സാധ്യമല്ലെന്ന് ചിന്തിച്ചതായിരിക്കുന്ന സ്ഥാനത്ത് അസാധാരണമായിരിക്കുന്ന ഒരു അനുഭവം ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മെ ശക്തീകരിച്ച് ഈ സകല പ്രതികൂലങ്ങളും ഏതുമില്ലെന്ന് ചിന്തിച്ചുകൊണ്ട് മുൻപോട്ട് കടന്നു പോകുക. അനേകരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുണ്ട്. പലവട്ടം എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിപ്പാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. എന്താ സംഭവിച്ചെന്നറിയും? പിന്നെ എൻ്റെ മുൻപിൽ നിൽക്കുന്ന ഒരു പ്രശ്നം എൻ്റെ പ്രശ്നമല്ല, പ്രശ്നം മാറിയെന്നല്ല ഞാൻ പറയുന്നത്. പ്രശ്നം മാറിയിട്ടില്ല എങ്കിലും ഞാൻ ഓൾറെഡി അതിന്മേൽ ജയമെടുത്തു. ഞാൻ ജയാളിയാണ്. കാരണം ഓൾറെഡി എനിക്ക് ശക്തി കിട്ടി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് ഈ ദൂതൻ ചെന്നുകൊണ്ട് മാറിപ്പോയില്ല. പക്ഷേ യേശുവിന് ഒന്ന് കിട്ടി. ഈ കാൽവരി ക്രൂശിൽ ഇത്രമാത്രം അടികളും നിന്നുകളും ദുഷികളും ഇത്രമാത്രം മുറിവുകളും വേദനകളും ഏൽക്കേണ്ടി വന്നിട്ടും യേശു ക്രിസ്തുവിൻ്റെ മുഖത്ത് ഒരു വ്യത്യാസം പോലും കടന്നു വന്നില്ല. ഒരു സാധാരണപ്പെട്ട മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു വേണ്ടതായിരിക്കുന്ന യാതൊരു ഭാവമാറ്റങ്ങളും യേശുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. യേശു അടി കിട്ടിയപ്പോൾ നിലവിളിക്കുവാൻ പോയില്ല. യേശു അടി കിട്ടിയപ്പോൾ കരയുവാൻ പോയില്ല. അനേക ദൈവഭക്തന്മാർ ആദിമ നൂറ്റാണ്ടിൽ മരിച്ചു വരുമ്പോൾ പോളികാർപ്പിനെ കുറിച്ച് ഞാൻ വായിച്ചു. അദ്ദേഹത്തെ എഴിയുന്ന തീച്ചുളയിലേക്ക് വലിച്ചെറിഞ്ഞു. തീയിലേക്കാണ് വലിച്ചെറിഞ്ഞത്. തീയിലേക്ക് വലിച്ചെറിഞ്ഞ മുമ്പ് ഒരു കാര്യം ചെയ്തു. അദ്ദേഹം ദഹിക്കേണ്ടതിനോ പരിപൂർണമായിട്ട് കത്തേണ്ടതിനോ ശരീരത്തെ എണ്ണ ഒഴിച്ചിട്ടാണ് അദ്ദേഹത്തെ അങ്ങോട്ട് വിട്ടത്. എന്നാൽ ഈ തീയിൽ കിടക്കുമ്പോൾ ശരീരം മുഴുവൻ കത്തിക്കൊണ്ടിരിക്കുക. ഈ കത്തുന്നതിന് ഇടയ്ക്ക് കിടന്നുകൊണ്ട് തീ പടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്വരം വെളിയിൽ കേൾക്കാം. അദ്ദേഹം പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ സ്തോത്രം പാടുക.
പടയാളികൾ വളരെ അത്ഭുതപ്പെട്ടു. എന്താ ഈ മനുഷ്യൻ ചെയ്യുന്നത്? തീയുടെ മധ്യത്തിൽ തീ കൊണ്ട് തൻ്റെ ശരീരം വെന്തുകൊണ്ടിരിക്കുമ്പോഴും ഈ മനുഷ്യനെങ്ങനെ സ്തോത്രം ചെയ്യുവാൻ സാധിക്കുന്നു? ഇവരൊരു കാര്യം പറഞ്ഞു, ഇവനെ ഇങ്ങനെ വെച്ചാൽ പറ്റത്തില്ല, ഇവനെ കുത്തിക്കൊല്ലണം. പടയാളികൾ ചുറ്റുപാട് നിന്നവർ അമ്പ് കൊണ്ട് കുന്തം കൊണ്ട് ഈ പൊളിക്കാപ്പിനെ കുത്തുവാനിടയായി തീർന്നു. കുത്തി അനേക കുത്തുകൾ കടന്നു ചെന്നിട്ട് സംഭവിച്ചത് അതിൽ നിന്ന് ഒഴുകിയതായിരിക്കും രക്തം കൊണ്ട് ഈ ചുറ്റുപാടുണ്ടായിരുന്ന തീ മുഴുവൻ കെട്ടുപോയി. അതോടുകൂടെ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചു. എന്നാൽ അവസാന ശ്വാസം വരെയും അദ്ദേഹം ദൈവത്തിന് ഹല്ലേലൂയ പാടി. പ്രിയപ്പെട്ടവരെ, മറന്നു കളയരുത്, ഒരു മനുഷ്യൻ്റെ കഴിവുകൊണ്ടല്ല ഇത് സംഭവിച്ചത്. ഒരു സ്തേഫാനോസിൽ നിന്ന് നോക്കണം. പ്രതികൂലങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ ഒരു കാഴ്ച കണ്ടതാണ്. ഈ പ്രതികൂലങ്ങൾ, കല്ല് തൻ്റെ ശരീരത്തിൽ കടന്നു വരുമ്പോഴും ഈ കല്ലിൻ്റെ വേദനയല്ല താൻ മുൻപിൽ കാണുന്നത്, ദൈവത്തെ സ്തുതിക്കുന്നത്. ഇതൊക്കെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ദൈവമക്കളുടെ അനുഭവങ്ങളാണെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം വിപ്രകാരം നടത്തുവാൻ ശക്തനാണ്, ശക്തമാണ്. എൻ്റെ ദൈവം ചിലരുടെ ദൈവം മാത്രമല്ല, എൻ്റെ ദൈവം ഇന്നലെ ഇന്നും എന്നേക്കും ആകാത്തവൻ. അവൻ തൻ്റെ ദൂതന്മാരെ അയച്ച് എന്നെ ശക്തീകരിക്കുന്നു. പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ ധൈര്യമായിട്ട് മുൻപോട്ട് കടന്നു പോകുവാൻ എനിക്ക് എന്നെ ബലപ്പെടുത്തുന്നു. തൻ്റെ ദൂതനെ അയച്ച് ദൈവം ബലപ്പെടുത്തുന്നു. നെക്സ്റ്റ്, പെട്ടെന്ന് ഡെലിവറൻസ് ഫ്രം ദ ഡേഞ്ചർ. അപകടത്തിനുള്ളതായിരിക്കും വിടുതൽ. ആക്സ് 12:7-11. ആക്സ് 12:7-11. നിങ്ങൾക്കറിയാം, പത്രോസിനെ കൊല്ലുവാൻ ആഗ്രഹിച്ചു. അതിൻ്റെ തലേ രാത്രിയിൽ ദൈവം തൻ്റെ ദൂതനെ അയച്ച് പത്രോസിനെ അവിടുന്ന് രക്ഷപ്പെടുത്തി, ഡെലിവറി ചെയ്തു, വിടുവിച്ചു. നെക്സ്റ്റ്, എക്സിക്യൂട്ടിംഗ് ഹെരോദ് ഫോർ ഹിസ് പ്രൈഡ്. ഹെരോദ് രാജാവിൻ്റെ അഹങ്കാരത്തിന് അതിനും കൊടുത്തു ദൂതന്മാർ മറുപടി. എന്തോ അവിടെ സംഭവിച്ചത് നിങ്ങൾക്കറിയാം. ഹെരോദാവ് ഒരു പ്രസംഗം നടത്തി. ആക്സ്